ഫെബ്രുവരി 27-ന് അതായത് ഇറാൻ യുദ്ധം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് കമ്പനിയായ ആന്ത്രോപിക്കിനെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായ വിതരണ ശൃംഖല അപകട സാധ്യതയായി US പ്രഖ്യാപിച്ചു. കമ്പനിയുടെ സാങ്കേതികവിദ്യ സൈന്യത്തിന് ഉപാധികളില്ലാതെ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം നിരസിച്ചതോടെയായിരുന്നു നടപടി. രൂക്ഷമായ വിമർശനമുയർത്തിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സേത്തും കമ്പനിയെ സമ്മർദ്ദത്തിലാക്കിയത്. വിനാശകാരിയായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന നയം ചൂണ്ടി സർക്കാർ ആവശ്യത്തെ ചെറുത്തതോടെ ഇടതുപക്ഷവാദികളായ കിറുക്കന്മാർ നടത്തുന്ന തീവ്ര പ്രസ്ഥാനമെന്നടക്കം ആന്ത്രോപിക്കിനെതിരെയുള്ള വിമർശനങ്ങൾ നീണ്ടു. നടപടിക്ക് മണിക്കൂറുകൾക്ക് പിന്നാലെ ഇറാനിൽ ഇസ്രായേൽ US സംയുക്ത ആക്രമണം നടന്നു. ഈ ആക്രമണത്തിൽ ആന്ത്രോപിക്കിൻ്റെ സാങ്കേതികവിദ്യ US സൈന്യം ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ കൃത്യമായി തിരിച്ചറിയാനും ആക്രമണത്തിൻ്റെ ആഘാതം വിശകലനം ചെയ്യാനും അമേരിക്കൻ സൈന്യം ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് AI സഹായം തേടിയതായാണ് വാർത്തകൾ. സൈന്യത്തിന് ലഭ്യമായ വലിയ അളവിലുള്ള ഡാറ്റ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് തീരുമാനങ്ങളെടുക്കാൻ നിർമ്മിത ബുദ്ധി സൈനികരെ സഹായിച്ചു. മുൻപ് മനുഷ്യർ മണിക്കൂറുകളോളം ഏറ്റെടുത്തിരുന്ന ജോലികൾ AI നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കിയതോടെ ആക്രമണത്തിൻ്റെ വേഗതയും കൃത്യതയും വർദ്ധിച്ചതായാണ് സൂചന. സാധാരണഗതിയിൽ തങ്ങളുടെ AI സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെ കർശനമായ സുരക്ഷാ നയങ്ങളുള്ള കമ്പനിയാണ് ആന്ത്രോപിക്. എന്നാൽ ദേശസുരക്ഷാ താൽപ്പര്യങ്ങൾ ചൂണ്ടിയാണോ അമേരിക്കൻ സർക്കാർ കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്തിയതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതായത് പശ്ചിമേഷ്യയിൽ മിസൈലുകൾ ലക്ഷ്യങ്ങളിലേക്ക് ചീറിയെടുക്കുമ്പോൾ മറ്റൊരു നിശബ്ദ യുദ്ധം നടക്കുന്നത് സിലിക്കൺ വാലിയിലെയും വാഷിങ്ടണിലെയും ലാബുകളിലാണെന്ന് സാരം. ഇറാൻ യുദ്ധം ലോകത്തിലെ ശ്രദ്ധ പിടിച്ചുപറ്റുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI നിർമ്മിത ബുദ്ധിയുടെ രാഷ്ട്രീയത്തെയും നിർണ്ണയിക്കുന്ന ഒന്നായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഒരു സൈനിക നീക്കം AI നയങ്ങളിൽ നിർണായകമാകുന്നത്? പുതിയ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇറാനെതിരെയുള്ള നീക്കത്തിൽ അമേരിക്കൻ സൈബർ കമാൻഡും സ്പേസ് കമാൻഡും നോൺ കൈനറ്റിക് രീതികൾ ഉപയോഗിച്ചതായാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ആക്രമണത്തിന് തൊട്ടു മുമ്പ് അത്യാധുനിക AI അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ വാർത്താവിനിമയ ശൃംഖലകളും സെൻസറുകളും തകർത്തിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ ശത്രുവിനെ ഇരുട്ടിൽ നിർത്താനും ആശയക്കുഴപ്പത്തിലാക്കാനും AI വഹിച്ച പങ്ക് സാങ്കേതികവിദ്യയുടെ സൈനിക പ്രാധാന്യം ഒരിക്കൽ കൂടെ തെളിയിക്കുന്നതാണ്. ഇവിടെയാണ് വലിയ ഒരു രാഷ്ട്രീയ ചർച്ച തുടങ്ങുന്നത്. യുദ്ധത്തിന് മുൻപ് വരെ AIയെ നിയന്ത്രിക്കണമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണമെന്നും വലിയ വാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ യുദ്ധം വന്നതോടെ ഈ ചർച്ചകൾ വഴിമാറുന്നതാണ് കാണാനാവുക. ഇപ്പോൾ AI എന്നത് വെറുമൊരു സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ഒരു ദേശീയ സുരക്ഷാ ആയുധമാണ്. AI വികസനത്തിന് ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ ഇളവ് ചെയ്യുകയാണ് US. അതായത് ഇറാൻ യുദ്ധം സിലിക്കൺ വാലിയും പെൻറ്റഗണും തമ്മിലുള്ള അകലം കുറച്ചിരിക്കുകയാണ്. നേരത്തെ സൈനിക ആവശ്യങ്ങൾക്കായി AI ഉപയോഗിക്കുന്നതിനെതിരെ എതിർത്തിരുന്ന പല ടെക് കമ്പനികളും ഇപ്പോൾ രാജ്യസുരക്ഷയുടെ ഭാഗമായി മാറുന്നു. AIയുടെ ഭാവി ആരാണ് തീരുമാനിക്കേണ്ടത് എന്ന കാര്യത്തിൽ വലിയൊരു തർക്കം നടക്കുകയാണ്. സമാധാന കാലത്തെ നയങ്ങളല്ല, മറിച്ച് യുദ്ധകാലത്തെ പ്രായോഗികതയാണ് ഇപ്പോൾ നിയമനിർമ്മാണത്തിൽ പ്രതിഫലിക്കുന്നത്. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധം തോക്കുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും മാത്രമല്ല, ഡാറ്റ കൊണ്ടും അൽഗോരിതങ്ങൾ കൊണ്ടുമാണ് നടക്കുന്നത്. AI വികസനത്തെ ഒരു ആയുധ പന്തയമായി രാജ്യങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി AI ഉപയോഗിക്കുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇത് വരും വർഷങ്ങളിലെ AI നയങ്ങളെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്.